നേരത്തെ നടി ഹണി റോസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാറുണ്ട്. ശ്രീ ബോബി ചെമ്മണ്ണൂർ, താങ്കൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. തുടർച്ചയായ അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തി, അതുകൊണ്ട് പരാതി കൊടുത്തു എന്ന് പറയുകയാണ് ഹണി റോസ്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനമാണുള്ളൂ. പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വളരെ ഓപ്പണായിട്ട് സ്റ്റേജിൽ വെച്ചാണ്. അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് 1-2 ഇനാഗ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മോശമായ ഇന്റൻഷൻ ഒന്നും അതിലില്ല. ഞാൻ പറഞ്ഞ വാക്കുകളിലൊന്നും മോശമായ കാര്യങ്ങളില്ല. പിന്നെ ചിലര് ഹണി റോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു. കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇട്ടിരുന്നു. അല്ല, അതെന്താണ് ഈ കുന്തി ദേവിയുമായി താരതമ്യം ചെയ്യാനുള്ളൊരു പശ്ചാത്തലം എന്താണ് ബോബി ചെമ്മണ്ണൂർ? കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഇതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതുമായിട്ടൊരു സാദൃശ്യമുണ്ട് എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അല്ല, മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളുണ്ടല്ലോ. എന്നോട് പറയുണ്ടായി. മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട്. മറ്റൊന്ന്, ശ്രീ ബോബി ചെമ്മണ്ണൂർ, ഇതിലിപ്പോൾ ഹണി റോസ് പറയുന്ന തുടർച്ചയായി അശ്ലീല അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പിന്തുടർന്ന് ഇങ്ങനെ ഇത് സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് വളരെ ഗുരുതരമല്ലേ? സ്ഥിരമായി എന്ന് പറഞ്ഞാൽ 2 ഉദ്ഘാടനത്തിനാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഏതൊരു ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഉദ്ഘാടനത്തിനും ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മോശമായ വാക്കുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ വീണ്ടും എടുത്തു നോക്കുമ്പോൾ പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ് പലരും കമന്റുകളിൽ ഇട്ടിട്ടിരുന്നു. അപ്പോ ഹണി റോസിന്റെ ഇതിലും കണ്ടത് പലരും മോശമായി കമന്റുകളായിട്ട് പ്രതികരിക്കുന്നു. ഞാൻ പറയാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നു എന്നുള്ള ഒരു ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല, പിന്തുടർന്ന് തുടർച്ചയായി ഇത് നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള കൂട്ടാളികൾക്കെതിരെ പിറകെ പരാതി ഉണ്ടാകും, പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ എന്നൊക്കെ ഹണി റോസ് പറയുന്നുണ്ട്. അല്ല, 2 പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടിട്ടില്ല. 2 ഉദ്ഘാടനത്തിനാണ്. അപ്പൊ പിന്തുടർന്ന് പിന്നെ ഒരു ഫംഗ്ഷന് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അന്ന് ഇവര് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് കണ്ടിരുന്നു എന്നല്ലാതെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പിന്നെ പണത്തിന്റെ ഹുങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ അറിയുന്ന അടുത്തറിയുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ പറയില്ല. പിന്നെ അങ്ങനെ അവർക്ക് തെറ്റിദ്ധരിച്ച് കാണാം. എന്തായാലും ഇതിലിപ്പോ പരാതി നൽകിയിരിക്കുന്നു. അപ്പൊ അടുത്ത എന്താണ്, താങ്കൾ അതിനെ നിയമത്തിന്റെ രീതിയിൽ തന്നെ നേരിടുമെന്നാണോ? ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ പറഞ്ഞ നിയമത്തിന്റെ ഇതിൽ അല്ലെങ്കിൽ പോലീസിനോ കുന്തി ദേവി എന്ന് പറഞ്ഞതുകൊണ്ടോ ഇതുപോലൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അത് കുറ്റകരമായ വാക്കുകളായിട്ട് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ മറ്റോ അങ്ങനത്തേലൊന്നും അത് കുറ്റകരമായിട്ട് കാണുന്നില്ല. പിന്നെ എന്നുള്ളതാണ് വക്കീലിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം. അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചതിന്.